പല ഗൗരവമായ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സർക്കാരിൽ കണക്കില്ല എന്നടക്കമുള്ള രീതിയിലുള്ള പരാമർശങ്ങളുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വസ്തുത? കോടതിയുടെ പരാമർശങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കോടതിയിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള പരാമർശങ്ങൾ കിട്ടിയാൽ അക്കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി മറുപടി പറയുന്നതിൽ പ്രയാസമില്ല. കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ഇതുവരെ നടത്തിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുണ്ടായിരിക്കണം. ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. അതിൻ്റെ ഓഡിറ്റിംഗ് നടത്തേണ്ടത് CNG ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് നടത്തുന്ന ഒരു സെക്ഷനാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. എനിക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെയാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ കോടതി ചോദിച്ചത്. ഒരു ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യവും, കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം STRFൽ പണം ലഭിച്ചാൽ പണം അഡ്വാൻസായി ഉൾപ്പെടെ ജില്ലകളിലേക്ക് കൊടുക്കും. ജില്ലകളിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് അത്യാവശ്യം വന്നാൽ എടുത്ത് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള പണം ഉൾപ്പെടെ അഡ്വാൻസായി കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് കിട്ടണമെങ്കിൽ 1-2 ദിവസത്തെ പ്രയത്നം നടത്തി അക്കാര്യത്തിൽ എടുക്കേണ്ടി വരും. അതവിടെ അവതരിപ്പിക്കുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും ഏതെങ്കിലും വിധത്തിലുള്ള അവ്യക്തത ഈ കാര്യങ്ങളിലില്ല. കോടതിയുമായി സഹകരിച്ചാണ് ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. കോടതിയുടെ പരാമർശത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം വന്നാൽ അതനുസരിച്ച് കോടതി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. വ്യാഴാഴ്ച കോടതിയിൽ പിന്നെ ഈ കാര്യങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെടുത്തണം എന്ന് കോടതി പറഞ്ഞതായി വാർത്തകളിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ഒരു കോടതി സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കോടതിയിൽ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകമായി സർക്കാർ പ്രത്യേകമായ മേൽനോട്ടത്തിൽ തന്നെ നോക്കി അത് കോടതി അറിയിക്കും. അക്കാര്യത്തിൽ യാതൊരു ആശയക്കുഴപ്പവും നമ്മുടെ മുമ്പിലില്ല. പ്രധാനപ്പെട്ട ഒരു വിഷയം, 677 കോടി രൂപ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് പാസ്ബുക്കിലാണോ? നാളൊരു വിഷയമുണ്ടായാൽ ഈ പൈസ ഉണ്ടാവും ഉപയോഗിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതി. അല്ല, ഞാൻ പറഞ്ഞത് അവിടെ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ആരാണ് ഹാജരായത് എന്നെനിക്കിപ്പോൾ അറിയില്ല. ഹാജരായ ആൾ പ്രകടിപ്പിക്കുന്നതിലോ അത് പ്രതിഫലിപ്പിക്കുന്നതിലോ എന്തെങ്കിലും കുറവുണ്ടോ എന്നെനിക്കറിയില്ല. C&AG ഓഡിറ്റ് നടത്തുന്നൊരു വിഭാഗമാണ് പിന്നെ STRF ഫണ്ട്. അതൊന്നും അനാവശ്യമായി കണക്കില്ലാതെ കൊടുക്കാനാകില്ല. അവർ പറഞ്ഞതിൽ ഈ കാര്യം പറയാൻ ചിലപ്പോൾ വേണ്ടതുപോലെ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതായത് STRFലെ ഫണ്ട് ബില്ല് കിട്ടുമ്പോൾ അനുവദിക്കാൻ ഉൾപ്പെടെയുള്ള ചുമതലകൾ വഹിച്ച് ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അഡ്വാൻസായി എത്ര പണം വേണം എന്ന് നിശ്ചയിക്കാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിവുള്ളതുപോലെ കഴിഞ്ഞ മഴക്കാലം വന്നപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് പിന്നെ സൂചനകളുണ്ടായപ്പോൾ ഓരോ ജില്ലാ കളക്ടറുടെയും അക്കൗണ്ടിലേക്ക് STRF മുഖാന്തരമുള്ള 1 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു. അതിൻ്റെ കണക്ക് അവർ നോക്കി അതിൻ്റെ ബില്ല് സമർപ്പിക്കുമ്പോഴാണ് അത് പൂർത്തിയാക്കുക. ഒരു അവ്യക്തതയും കണക്കുമായി ബന്ധപ്പെട്ടില്ല. കോടതിയുടെ പരാമർശങ്ങൾക്ക് ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. കാരണം കോടതിയിൽ എന്താണ് ഉണ്ടായത് എന്നറിഞ്ഞുകൊണ്ട് മാത്രമേ അക്കാര്യത്തിൽ മറുപടി പറയാനാകൂ. STRFലെ ഫണ്ടുണ്ടല്ലോ എന്ന് കേന്ദ്രത്തിലെ ചില ആളുകൾ ചോദിക്കുന്നു. ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടുള്ള പുനരധിവാസം സാധ്യമാകും വരെ അവിടെ വാടക വീടുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നലെ സൈനബ എന്ന ഒരു സ്ത്രീയുടെ വാടക കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് രാവിലെ നിങ്ങളുടെ ചാനലിലൂടെ ഞാൻ തന്നെ അവരുമായി നേരിട്ട് സംസാരിച്ചു. അവർക്കുള്ള പണം ഇന്നലെ വൈകുന്നേരം തന്നെ മാറ്റി കൊടുക്കുന്ന ഇടയുണ്ടായി. വാടക കൊടുക്കാനുള്ള സംഖ്യ STRFൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി STRFൽ ഇത്ര കോടി രൂപ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നവർ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ചൂരൽമലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് വിനിയോഗിക്കാനുള്ള അനുവാദമുണ്ടോ? മാനദണ്ഡങ്ങൾ സമ്മതിക്കുന്നില്ല. STRFലെ പണമെടുത്തുകൊണ്ട് അവിടെ താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചവരുടെ വാടക കൊടുക്കാനേ പറ്റില്ല. 6000 രൂപ വെച്ച് വാടക കൊടുക്കുന്നത് CMDRFൽ നിന്നാണ്. ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കട്ടെ. ഈ ദുരന്തമുണ്ടായപ്പോൾ വാടക വീടുകളിലേക്കൊക്കെ ആളുകൾ മാറുന്നതിന് മുമ്പ് ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി ദുരന്തം അനുഭവിച്ച് മാറിയവരിൽ അടിയന്തര സഹായം എന്ന പേരിൽ 10000 രൂപ കൊടുത്തു. 1032 കുടുംബങ്ങൾക്കാണ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ആ പണം കൊടുത്തു തീർത്തത്. 1032 പേരുടെയും 10000 രൂപ STRFൽ നിന്ന് കൊടുക്കാനാകില്ല. എത്ര കോടി രൂപ കയ്യിലുണ്ടെങ്കിലും ആകെ കൊടുക്കാവുന്നത് STRFൻ്റെ മാനദണ്ഡം അനുസരിച്ച് 5000 രൂപയാണ്. അപ്പോൾ ബാക്കി വരുന്ന 5000 രൂപ CMDRFൽ നിന്ന് എടുക്കേണ്ടി വരും. STRFലിന് വേണ്ടി ലഭ്യമായിട്ടുള്ള തുക ഓരോ ധനകാര്യ കമ്മീഷൻ്റെയും നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് വരുന്നതാണ്. അതിനൊരു തർക്കകാര്യമില്ല. ആർക്കും പരിശോധിക്കാവുന്ന തുറന്ന അക്കൗണ്ടാണ്. C&AG പരിശോധിക്കുന്ന സാധനമാണത്. അതിൽ മാനദണ്ഡങ്ങളിൽ വിട്ട് ചെലവഴിക്കേണ്ട പ്രശ്നമുണ്ട് ചൂരൽമലയിൽ. അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. വാടക പണം കൊടുക്കണം. അവിടെ പുനരധിവാസത്തിന് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 1,30,000 രൂപയെ ഒരു വീടിന് മതിയാകൂ. അതുകൊണ്ട് അവിടെ പുനരധിവാസം സാധ്യമാകുമോ? സ്പെഷ്യൽ പാക്കേജ് വേണ്ടി വരും. അവിടെ
ഒരു റോഡ് കേടായാൽ STRF-ൽ 677 കോടി ഉണ്ടെങ്കിലും 1 കിലോമീറ്ററിന് 75,000 രൂപയെ കൊടുക്കാനാകൂ. അത് നോംസാണ്. അപ്പം നമ്മുടെ പ്രശ്നം അഡീഷണൽ അസിസ്റ്റൻസ് കേരളത്തിന് കിട്ടണം, ചൂരൽ മലയ്ക്ക് പ്രത്യേകമായി കിട്ടണം. ഇവിടെ STRF-ലേക്കുള്ള പണം തന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ 291 കോടി രൂപ. അത് 15ാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് ലഭ്യമാകേണ്ട സംഖ്യയാണ്.